നമസ്കാരം, ഞാൻ രശ്മിയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് പൊങ്കലായിട്ട് ഞാനൊരു സ്വീറ്റ് പൊങ്കലിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്, ചക്രപ്പൊങ്കല്. അപ്പൊ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് നല്ലൊരു ചക്രപ്പൊങ്കൽ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് പച്ചരിയും ചെറുപയറുപരിപ്പാണ് വേണ്ടത്. ഇതൊരു 1/4 കപ്പ് ചെറുപയറുപരിപ്പുണ്ട്. ഇതൊന്ന് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം വറുത്തെടുക്കാം. ചെറുപയറുപരിപ്പിന്റെ നല്ലൊരു മണം വരും, അതുവരെ വറുത്തെടുത്താൽ മതി. ഒരുപാട് നേരം വറുത്തിട്ട് അതിന്റെ കളർ മാറ്റിയെടുക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതൊരു 2-3 തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ കുതിരാനായിട്ട് വെക്കുക. കുതിർക്കുകയാണെങ്കിൽ അത് പച്ചരിയുടെ കൂടെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി വേണ്ടത് പച്ചരിയാണ്. ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇതും 2-3 തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇനി ഈ പച്ചരിയും കുതിർത്തി വെച്ച ചെറുപയറുപരിപ്പും കൂടെ കുക്കറിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചെറുപയറുപരിപ്പും പച്ചരിയും കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, സാധാരണ വെള്ളം തന്നെ. അതിന്റെ കൂടെ തന്നെ ഒരു കപ്പ് പാലും കൂടെ ചേർക്കുന്നുണ്ട്. പശുവും പാലാണ്, തേങ്ങാപ്പാലല്ല. ഇനി കുക്കർ അടച്ച് ചെറിയ ബർണറുള്ള അടുപ്പിൽ ഫുൾ ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. 4 വിസിലും വന്ന് അതിന്റെ പ്രഷർ മുഴുവൻ പോകുമ്പോഴേക്ക് നമുക്ക് ശർക്കരയൊന്ന് ഒരുക്കിയെടുക്കാം. ഇതൊരു 400 ഗ്രാം ശർക്കരയുണ്ട്. ഒരുക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉരുകാൻ ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഉരുക്കിയെടുക്കാം. ഒരുപാട് ഉരുക്കി കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലോണം അലിഞ്ഞു കിട്ടിയാൽ മതി. ഇപ്പൊ എല്ലാം നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും കുക്കറിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. പരിപ്പും അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. 4 വിസിലിന് തന്നെ പരിപ്പും അരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. ഈ ഒരു പാകത്തിന് മതിയേ. ചക്രപ്പൊങ്കലിന് അരിയും പരിപ്പൊക്കെ നന്നായിട്ട് വെന്തുടയണം, അതുവരെ വേവിച്ചെടുക്കുക. വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ മതിയേ. ഇനി ഞാനിതൊരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല കുക്കറിൽ തന്നെ വെച്ചിട്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ ഒഴുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയും കൂടെ ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. കരടൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ നെയ്യിൽ ശർക്കരപ്പാനിയിൽ ഇട്ടിട്ട് അരിയും പരിപ്പും ഒന്ന് 5 മിനിറ്റ് ഒന്ന് വരട്ടിയെടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 5 ഏലക്ക എടുത്തിട്ട് പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കൈപ്പിടി തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാകുക. അതുപോലെ തന്നെ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നടുകെ ഒന്ന് പൊളിച്ചിട്ടിട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം. പാകത്തിന് മൂത്ത് കഴിയുന്ന സമയത്ത് നമുക്കിത് ചക്രപ്പൊങ്കലിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ അടിപൊളിയായിട്ടുള്ള ചക്രപ്പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല കുറുകിയ ഭാഗമാണ്. ഈ ഒരു ഭാഗമാണ് ചക്രപ്പൊങ്കലിന് വേണ്ടത്. കുട്ടികൾക്കൊക്കെ ഈ ഒരു ചക്രപ്പൊങ്കൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇത് ഹെൽത്തിയാണ്. കാരണം നമ്മളിതിൽ അരിയും പരിപ്പും അതുപോലെ നെയ്യും ശർക്കരയും പാലൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു ചക്രപ്പൊങ്കൽ നമുക്ക് പാല് ചേർത്തിട്ടും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പാല് ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അരി വേവിച്ചിരുന്ന സമയത്ത് 3.5 കപ്പ് വെള്ളമല്ല ചേർത്തിരുന്നത്. അതിന് പകരമായിട്ട് 4.5 കപ്പ് വെള്ളം ചേർത്താൽ മതി. 1 കപ്പ് പാലിന് പകരം 1 കപ്പ് വെള്ളം കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ചക്രപ്പൊങ്കൽ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതണം. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. കൂടെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാം. അപ്പൊ ഇതേപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.